ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കപ്പയും ചിക്കനും അടിപൊളിയായി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ബീഫ് പറ്റാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനു വേണ്ടി 1 കിലോ കപ്പ ഞാൻ കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ നന്നായി കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആവി പോയതിന് ശേഷം തുറന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തെടുത്തതാണിത്. ഇതിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ സവാള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ചെറിയുള്ളി തൊലി കളഞ്ഞത്, അതുപോലെ 2 കഷ്ണം ഇഞ്ചി, ഒരു വലിയ തുടം വെളുത്തുള്ളി, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം എന്നിവ കൂടി ചതച്ചെടുക്കണം. ഇനിയിപ്പോൾ സവാള ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് 2 വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കണം. ഇനി 1 ടീസ്പൂൺ ഉലുവയാണിത്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വലിയ ജീരകം, കുരുമുളക് എന്നിവ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇവിടെ 500 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയെല്ലാം ചിക്കൻ്റെ കഷ്ണങ്ങളിൽ നന്നായി പുരണ്ടിരിക്കണം. ഇവ നന്നായി യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം മതി. ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. ഇനിയിപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു 10-20 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് അടച്ച് വെക്കാം. ഇപ്പം മൊത്തം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ തന്നെയാണിത്. ഞാൻ കുരുമുളകും വലിയ ജീരകവും ഒക്കെ ചതച്ചിട്ടത് കാരണം നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി കപ്പയും ചിക്കനും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയുള്ളിയെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കപ്പ ചേർക്കണം. നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പയാണിത്. അതിലെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ കപ്പ ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 വിസിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം.
പിന്നെ ആവി പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കപ്പ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ കപ്പ നല്ലവണ്ണം കുക്കായത് കാരണം തന്നെ ഇത് നന്നായി മിക്സായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ നന്നായി കപ്പ വേവിച്ചെടുത്ത് ചിക്കനും കൂട്ടി വെച്ചാൽ. ഇപ്പോൾ നല്ലവണ്ണം ഇത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ കപ്പയും ചിക്കനും നന്നായി റെഡിയായി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.